ആത്മഹത്യ ചെയ്യപ്പെട്ട 2 ഡിപ്പെൻഡന്റ് മൈഗ്രന്റ് വുമൺ കേരളത്തോട് പലതും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് കുടിയേറ്റ ചരിത്രത്തിലെ അക്കങ്ങളെക്കുറിച്ചല്ല, മറിച്ച് കേരള ചരിത്രത്തിൽ അദൃശ്യമാക്കപ്പെട്ട വിവാഹം കഴിഞ്ഞ് കുടിയേറപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ചാണ്. അപരിചിതമായ ഒരു രാജ്യത്ത് നിയമപരമായി പൂർണ്ണമായി ഡിപ്പെൻഡന്റായി മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ കടന്നുപോകുന്ന അരക്ഷിതാവസ്ഥകൾ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ പോസ്റ്റ് ചെയ്യുന്ന സന്തോഷമുള്ള ചിത്രങ്ങൾ പോലും പുറം ലോകത്തേക്കുള്ള വാതിലാണ്. അമേരിക്കയിലെ ഡിപ്പെൻഡന്റ് മൈഗ്രന്റ് വുമൺ അറേബ്യൻ നാടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ആഫ്രിക്കയിലെ രാജ്യങ്ങളിലെ മൈഗ്രന്റ് ഡിപ്പെൻഡന്റ് വുമൺ. നാട്ടിൽ നിന്നും വീട്ടുകാർ പാക്ക് ചെയ്ത് കൊടുത്തുവിടുന്ന അച്ചാറും ചമ്മന്തിയും മാത്രമല്ല, നാട്ടുകാരോടും വീട്ടുകാരോടും സോഷ്യൽ സ്റ്റാറ്റസ് കൂടിയാണ്. അതിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ഭൂരിഭാഗം കേസുകളിലും വീഡിയോയും ഫോട്ടോസും റീൽസും ഒക്കെ. ഇനിയും എത്ര ശവശരീരങ്ങൾക്ക് മുമ്പിൽ നിന്നാകും നമ്മൾ ഡിപ്പെൻഡന്റ് മൈഗ്രന്റ് വുമൺ എന്ന റെമിറ്റൻസിന്റെ ഭാഗമല്ലാതെ കുടിയേറ്റത്തിന്റെ ഭാഗമായ സ്ത്രീകളെ നമ്മൾ നോക്കിക്കാണുക എന്നൊന്ന് ചിന്തിച്ചു നോക്കും.